Yesterday we were studying about the different types of soils and which soil is very better or very good for cultivation and all. Loam is good because there will be sandy soil, then clay soil and sandy, clay, and one more is there now, silt. മൂന്നും അടങ്ങിയിട്ടുള്ളതാണ് ലോം എന്ന് പറയുന്നത്. അതിനകത്താണ് കൃഷി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതായത് അവിടെ വളക്കൂറുള്ളതാണ് അല്ലേ. അത്രയും നമ്മൾ പഠിച്ചു. പിന്നെന്താ നമ്മൾ ആക്ടിവിറ്റി പഠിച്ചില്ലായിരുന്നോ? നെക്സ്റ്റ് ആക്ടിവിറ്റി 3, പേജ് നമ്പർ 108. To find out the proportions of different solid compounds in garden soil. ഗാർഡൻ സോയില് ഇപ്പം അതായത് നമ്മുടെയൊക്കെ പറമ്പിലുള്ള സോയിലിൻ്റെ ഒരു proportion എന്തൊക്കെ അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. So first dig up a handful of garden soil and place it in a beaker. Add about 500 ml of water and shake the beaker for a little while. Now allow the soil to settle down. What do you notice? So take some soil from our garden. ഒരു തൂമ്പയൊക്കെ എടുത്തിട്ട് കിളച്ചിട്ട് എന്ത് ചെയ്യണം കേട്ടോ. അതെയോ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുവോ? അത് തൂമ്പയൊക്കെ ഉണ്ടോ വീട്ടില്? സാധനം എന്താണെന്നറിയാമോ? തൂമ്പ. ഓക്കെ, സ്പെയ്ഡ്. അപ്പൊ തൂമ്പയൊക്കെ എടുത്തിട്ട് കിളച്ച് കുറച്ച് മണ്ണ് കളക്ട് ചെയ്യുക. എന്നിട്ട് അതൊരു ജാറിനകത്ത് ഒരു എന്താ പറയുന്ന ചില്ലിന്റെ പോലത്തെ ആണെന്നൊരിക്കലും ഓക്കെയാണ്. അങ്ങനത്തെ ഒരു ജാറിനകത്ത് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 500 ലിറ്റർ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. കുലുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് നന്നായിട്ട് സ്റ്റെയർ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ആൻഡ് ദെൻ കീപ് ഇറ്റ് ഫോർ സം ടൈം ടു സെറ്റിൽ ഡൗൺ. അത് കുറച്ച് സെറ്റിൽ ആണെന്ന് വെച്ചാൽ തൂറിയൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അനക്കാതെ വെക്കുക. ദെൻ you can see it will be like this way. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. എങ്ങനെ? ഫസ്റ്റ് ഏറ്റവും മേളിൽ വെള്ളത്തിന് മേളിലായിട്ട് ഹ്യൂമസ് ഉണ്ടാകും. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്ലാന്റ്സിന്റെയും ഡെഡ് അനിമൽസിന്റെയും അല്ലെങ്കിൽ എന്താ പറയുന്ന ലീവ്സിന്റെ ഒക്കെ വീണിന്റെ എല്ലാം അവശിഷ്ടങ്ങളായിട്ടുള്ളതെല്ലാം മണ്ണിലേക്ക് അലിഞ്ഞ് അത് ഏറ്റവും മേളിൽ വരും. അതിന്റെ താഴെ ക്ലേ വിൽ ബി ദർ ആൻഡ് ബിലോ ദാറ്റ് സ്ലിറ്റ് വിൽ ബി ദർ. സിൽറ്റ്. നെക്സ്റ്റ് സാൻഡ്. അതിൻ്റെ ഏറ്റവും അടിയിൽ ഗ്രേവല്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? ഫസ്റ്റ് ഹ്യൂമസ് വെയ്റ്റ്ലെസ് ആണ്, അതുകൊണ്ട് ഏറ്റവും മേളിലുണ്ടാകും. അതിനേക്കാൾ കുറച്ച് നേരം ക്ലേ ഉണ്ടാകും. ക്ലേ ഈസ് സോഫ്റ്റ്, ഇസ്ന്റ്? സോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള. അതിനേക്കാൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ളതാണ് സിൽറ്റ്. ആൻഡ് സാൻഡ് വി നോ ദാറ്റ് ലിറ്റിൽ മോർ തിക്കർ വൺ, കുറച്ചും കൂടെ കട്ടിയുള്ളതാണ്. അതുകൊണ്ട് അത് അതിൻ്റെ താഴെ പോകും. പിന്നെ ഗ്രേവൽ. ഗ്രേവൽ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് പീസസ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഓൾ. അതിൽ കട്ടിയുള്ള ഏറ്റവും കൂടുതൽ കട്ടിയുള്ള സ്റ്റോൺസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ് ഏറ്റവും അടിയിൽ വന്ന് അടിഞ്ഞുകൂടുന്നത്. പ്രൊപ്പോർഷൻസ് ഓഫ് സോളിഡ് കോമ്പോണൻസ് ഇൻ എ സോയിൽ സാമ്പിൾ. ഞാൻ വീഡിയോ ഷെയർ ചെയ്യാവോ എന്ന് നോക്കട്ടെ. Let me see. സോറി, ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ കിട്ടുന്നില്ല. ലീവ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വി ക്യാൻ ടേക്ക് ദ
soil from our garden. നമ്മുടെ ഗാർഡനിൽ തന്നെ ഉള്ളത് എടുക്കുക. Then pour little water and then shake it well. Then keep it for some time without any movement. അനക്കാതെ വെക്കുക. Then we can see like this way. Humus will be on the top and clay will be on the next to that. Below that, next silt will be there below that, and next sand, and ഏറ്റവും താഴെയായിട്ട് ഗ്രേവൽ വരും. ഗ്രേവൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ തിക്ക് പാർട്സ് വരുന്ന, അതായത് ഈ ക്ലേ ഒക്കെ വളരെ സോഫ്റ്റ് അല്ലേ, വളരെ തിന്നായിട്ടുള്ള അല്ലേ, അതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയുള്ള സ്മോൾ സ്റ്റോൺസ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ ഏറ്റവും അടിയിലും വരും. The particles of different sizes in the soil separate out to form different layers in the beaker. At the bottom will be layer of gravel which has the heaviest particle. അതിലെ ഏറ്റവും കൂടുതൽ ഹെവിയസ്റ്റ് ആയിട്ടുള്ള സ്മോൾ സ്റ്റോൺസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും താഴെ വരും. Above this will be layer of sand. അത് കുറച്ചും കൂടെ കനം കുറവാണ്, അതായത് കല്ലിനേക്കാളും കുറച്ചും കൂടെ കനം കുറവുണ്ട്. Sand will be there. അതിന്റെ മേളില് and then layer of silt, and the top layer consists of clay, and the humus being lighter than water floats on the water. Humus എന്ന് പറയുന്നത് it is lighter than water, weightless ആണ്, so it will float on the water top part. Okay, next, by nothing to the depth of the different layers you can find out the relative proportion of each in the soil. ഇനി ഇതേ ലെവലിൽ ആയിരിക്കില്ല നമ്മൾ വേറെ സ്ഥലത്തൊന്നും സോയിൽ എടുത്തതാണ്. If you take this soil from the garden, it will be like that way. If you go to seabed, seashore or the river, പിന്നെ വലിയ ഹില്ലി ഏരിയ, അവിടെയൊക്കെ ആകുമ്പോൾ ഡിഫറൻസ് വരും കേട്ടോ. കാരണം ഒരു എന്താ പറയുന്നത്, ഫ്ലോ ഓഫ് വാട്ടർ, പിന്നെ സാൻഡ് ഒക്കെ കൂടുതലുണ്ടാകും, അങ്ങനെയൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. Here one more, it's a fact, a river is continually picking up and dropping solid particles of rock and soil from its bed throughout its journey. We know that a river starts from a hill or from a mountain, and as it flows down or till it reaches the sea, it has to cover a long area, isn't it? Okay, while it is going on, it will also take the soils from the way on which it was flowing. അത് ഒഴുകുന്ന ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ മണ്ണുകളും ഇങ്ങനെ കുറേ അതിൻ്റെ കൂട്ടത്തിലുണ്ടാകും. സ്മോൾ പീസസ്, പിന്നെ എന്താ പറയുന്ന സ്മോൾ പീസസ് ഓഫ് സ്റ്റോൺസ്, അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കും അല്ലേ. എനിവേ, it takes also, it will deposit also. എടുക്കുന്നത് മാത്രമല്ല, അത് കൊണ്ട് പല സ്ഥലത്തും കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം കുന്നും മലയൊക്കെ പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് അത് താഴോട്ട് ഒഴുകി വരുന്നതനുസരിച്ച് അവിടെ നിന്ന് കൊണ്ടുവരും, നല്ല സ്പീഡിലായിരിക്കും അത് ഒഴുകി വരുന്നത്. അപ്പൊ അവിടെയും തട്ടി ഇവിടെയും തട്ടി ഒക്കെ കുറെ ഭാഗം കൊണ്ടുവരുന്ന അവിടെയും ഇവിടെയൊക്കെ തട്ടി തടഞ്ഞു നിൽക്കുന്നുണ്ടാവും. ആസ് ഇറ്റ് കംസ് ടു ദ പ്ലെയിൻ, അതായത് നിരപ്പായ സ്ഥലങ്ങളിലേക്കൂടെ ഒഴുകുമ്പോൾ അത് കൂടുതലും എന്ത് ചെയ്യുന്നു, അവിടെ ഡ്രോപ്പ് ചെയ്യും. മനസ്സിലായോ? ഈ കൊണ്ടുവരുന്ന മണ്ണും കല്ലും ഒക്കെ അവിടെ ഡ്രോപ്പ് ആകും, അതായത് അവിടെ ഇടുന്നു. More where the river flows fast, as in mountains, more particles are picked up than dropped. അപ്പം കുന്നും മലകളിലൊക്കെയാണ് കൂടുതൽ പാർട്ടിക്കിൾസ് ഇതിന്റെ ഒപ്പം വരും, അതുപോലെ തന്നെ അത് കൂടുതൽ ഡ്രോപ്പ് ചെയ്യും. Where the river flows slow, as in plains, more particles are dropped than picked. പക്ഷേ പ്ലെയിനിലേക്ക് വരുമ്പോൾ, നിരപ്പായ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ, ഇറ്റ് വിൽ ഡ്രോപ്പ് ദ പാർട്ടിക്കിൾസ് മോർ. അതിൽ കൊണ്ടുവന്നതിൽ കൂടുതൽ പാർട്ടിക്കിൾസ് അവിടെ വിടുകയാണ് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത് കുറച്ച്. പ്ലെയിനിൽ വരുമ്പോൾ അതിന്റെ ഫ്ലോ കുറയും, ഒഴുക്ക് കുറയും, ശക്തി കുറവാണ്. ശക്തി എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഹില്ലിൽ നിന്ന് വരുന്ന ആ ഫോഴ്സ് ഉണ്ടാവത്തില്ല അല്ലെ. അപ്പൊ ഹില്ലിൽ നിന്ന് വരുമ്പോൾ ഇറ്റ് വിൽ ക്യാരി എ ലോട്ട് ഓഫ് പാർട്ടിക്കിൾസ് വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ഡ്രോപ്പ് ഓൾസോ എ ലോട്ട്. ബട്ട് ആസ് ഇറ്റ് കംസ് ടു ദ പ്ലെയിൻ, the flow of water will be slow and thus it drops more, it will carry less. Dropping അതായത് ഇടുന്നത് കൂടുതലായിരിക്കും, പക്ഷെ എന്താണ് കൊണ്ടുപോകുന്നത് കുറവായിരിക്കും സാധാരണ പ്ലെയിനിൽ. എന്താ അൺമ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് സൗണ്ട് വരുന്നുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഷോണ്? സോറി, മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. Next, more particles are dropped than picked up. These dropped particles are called alluvium and they make up alluvial soil. ഇതിങ്ങനെ വരുന്ന വഴിക്ക് കൊണ്ടുവരുന്ന ഈ ഇത് കണ്ടെയ്ൻസ് അലുവിയം. അലുവിയം എന്ന് പറഞ്ഞാൽ എക്കൽ ഒഴുക്കിക്കൊണ്ടുവരും എന്ന് വെച്ചാൽ നല്ല വളക്കൂറുള്ളതാണത്. വെറി ഫെർട്ടൈൽ ഇറ്റ് ഈസ്. നല്ല ഫെർട്ടൈലിറ്റി ഉള്ളതാണ്, അതിന് നല്ല വളക്കൂറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അലുവിയൽ സോയിൽ ഈസ് ഫോംഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഇൻ കൾട്ടിവേഷൻസ്. കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്.
This type of soil consists of a mixture of clay, sand, and silt, and is therefore loamy in texture. Since it is having all this sand, clay, and silt, എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഈ ഇതും എല്ലാം ഉള്ളത് കൊണ്ട് ഈ സോയിൽ ഈസ് വെരി ഗുഡ് ഫോർ കൾട്ടിവേഷൻ. ഇറ്റ് ഇസ് ലോമി, അതായത് നല്ല വളക്കൂറുള്ളതാണ്, അതുകൊണ്ട് കൾട്ടിവേഷൻ നല്ലതാണ്. It is very fertile and especially good for wheat, rice, and sugarcane. It makes the Indo-Gangetic plains very fertile. Have you heard that Indus River and Ganga River and all? Where is it? They are in the northern plains. Northern plains അല്ല, നോർത്ത് ഇന്ത്യ. അപ്പം അത് ഹിമാലയൻ റീജിയനിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ്, അതായത് അതിൻ്റെ വരുന്ന വഴിക്ക് കൂടി പോരുന്നതാണ്, അല്ലെങ്കിൽ വേർതിരിഞ്ഞ് പോകുന്നതാണ്. വലിയ റിവർ ഇങ്ങ് പോകുന്നു, എന്നിട്ട് കുറേ കഴിയുമ്പം കുറച്ച് ഭാഗം ഇങ്ങോട്ട് പോകും, കുറച്ച് ഭാഗം ഇങ്ങോട്ട് പോകും, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലേ, ട്രിബ്യൂട്ട്സ്. അപ്പം ഇങ്ങനെ പോകുന്ന ഈ ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു റിവറും, ഇൻഡസ് എന്ന് പറയുന്നത് സിന്ധു റിവർ, പിന്നെ ഇൻഡസ്, പിന്നെ എന്താ പറയുക നമ്മുടെ ഗംഗ റിവറൊക്കെ വെരി ബിഗ് റിവറാണ് അല്ലേ. അപ്പൊ അതിങ്ങനെ ഒരുപാട് പറഞ്ഞ പോലെ അലുവിൽ കൊണ്ടുവരികയും അലുവിൽ സോയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം നോർത്തേൺ റീജിയനിലൊക്കെ ഒരുപാട് വീറ്റ്, റൈസ് ആൻഡ് ഓൾ ദേ ആർ കൾട്ടിവേറ്റിംഗ്. You can find out the relative proportion of each in the soil. Next, perform the same experiment with the soil samples taken from the different places, from the playground, river bank, forest, wasteland, etc., and study the proportion of solid components in them. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല സ്ഥലത്തു നിന്ന് മണ്ണ് ശേഖരിച്ച് ഈ പറഞ്ഞ ആക്ടിവിറ്റി ഇല്ല 10.2 എന്നുള്ള ആക്ടിവിറ്റി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് സ്റ്റെയർ ചെയ്തതിന് ശേഷം അനക്കാതെ വെക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ സോളിഡ് കോമ്പണൻസ് നമ്മൾ നോക്കുക. അതുപോലെ അത് നമ്മളോട് പറഞ്ഞ ഗാർഡൻ സോയിലാണ്. അഗെയിൻ വി ഹാവ് ടു ടേക്ക് ദ സോയിൽ ഫ്രം അവർ പ്ലേ ഗ്രൗണ്ട്, river bed, forest, wasteland and all. So there will be difference. Next, properties of soil. Percolation rate of water in the soil. ഇനി ഈ സോയിലിൽ വാട്ടർ is there, isn't it? Okay, how it will be there? How we will understand? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. If you spill water on this cement floor of your house, it stays there for a long time. However, if you spill water on the ground outside the house, it quickly gets absorbed in the soil. This is because water can percolate into the soil but not into cement. Does water percolate through all types of soil at the same rate? Let us find out. See here, take a little water and pour in your floor, cement floor. നിങ്ങളുടെ വീട്ടിലുള്ള സിമെന്റ് പോലെ ഇപ്പം ടൈൽസ് ആണ് ആയിക്കോട്ടെ, അല്ലാതെ സിമെന്റ് ഒക്കെ ഇട്ടേക്കുന്ന വീടാണ്, കുറച്ച് വെള്ളം ഒഴിക്കുക. ആൻഡ് അതേ അളവിലുള്ള വെള്ളം എടുത്തിട്ട് ജസ്റ്റ് pour outside the house, means in the soil. Which water will disappear fastly? The water that we have poured in the soil will be disappeared very fastly. That means we cannot see. The soil will absorb those water, isn't it? But the water that we have poured on the floor, cement floor, it will stay there for long time. It won't dry so fastly. Understand? Okay. Why it happens like that way? Because it percolate ചെയ്യുന്നു. Percolate ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി പോവുക. അപ്പം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി പോകും, പക്ഷെ സിമെന്റിലേക്ക് അതേപോലെ ആഴ്ന്നിറങ്ങി പോയില്ല. നമ്മുടെയൊക്കെ വീട് തുടയ്ക്കാറില്ലേ? നിങ്ങളുടെയൊക്കെ വീട് തുടയ്ക്കാറുണ്ട് അമ്മ വെള്ളം ഉപയോഗിച്ച്? എന്നിട്ട് എന്ത് ചെയ്യും, ഫാൻ ഇടും ടു ഡ്രൈ ഫാസ്റ്റ്ലി അല്ലെ, കാറ്റൊക്കെ അടിച്ച് വേഗം തുടങ്ങാൻ. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 5 to 10 minutes and all to be dried. അത് ജസ്റ്റ് നമ്മൾ മോപ്പ് വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴോ ജസ്റ്റ് കുറച്ച് വെള്ളമേ ഉള്ളൂ, എന്നിട്ട് പോലും അത് ഉണങ്ങാൻ താമസം വരുന്നുണ്ട് അല്ലേ. പക്ഷെ അത്രയും വെള്ളം, അതിന്റെ ഡബിളും ത്രിബിളും വെള്ളം നമ്മൾ സോയിലേക്ക് ഒഴിച്ചാലോ so fastly it will dry up, isn't it? വേഗം തന്നെ അത് ഉണങ്ങിപ്പോകും. ഓക്കെ, ഇനി all the soils ratio of percolating the water will be same. എല്ലാ മണ്ണിലും ഒരുപോലെയാണ് വെള്ളം ഇതുപോലെ ആഴത്തിലേക്ക് ഇറങ്ങുന്നത്? അല്ല, ഡിഫറൻസ് will be there. Take 3 similar mineral water plastic bottles. With the help of an adult, cut off the top and bottom of each so that you are left with 3 similar hollow plastic pipes. Collect about 2 kg each different types of soil samples at a place.
Place each pipe in a soil sample so that it is about 20 centimeter deep in the sample. Measure out 200 milli of water and pour into the first pipe. Measure the time it takes for the entire water to percolate in the soil. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞേക്കുന്നത് ഒരു 200 gram വീതം മണ്ണ് ഡിഫറെന്റ് പ്ലേസിൽ നിന്നും കളക്ട് ചെയ്യുക. അതായത് 200 or 300 എത്രയാണേലും സെയിം ആയിരിക്കണം. ഫ്രം സീ ബെഡ് ഓർ ഫ്രം ദ റിവർ ബെഡ്, ഫ്രം ദ ഫീൽഡ്, പിന്നെ പാടി ഫീൽഡ്, അല്ലെങ്കിൽ ക്ലേ സോയിൽ കിട്ടുന്ന സ്ഥലത്ത്, ഫോറസ്റ്റ് സോയിൽ, അങ്ങനെ പല സ്ഥലത്തു നിന്ന് നമ്മൾ മണ്ണ് ശേഖരിച്ചിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഹാർട്ട് കട്ട് ഓൺ ദ ടോപ്പ് പാർട്ട് ആൻഡ് ഡൗൺ പാർട്ട്. മനസ്സിലായോ? ടോപ്പ് പാർട്ടും ഡൗൺ പാർട്ടും കട്ട് ചെയ്യുക. എന്നിട്ട് ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരീക്ഷണം നടത്തുന്നതിന് മുന്നേ നിങ്ങളുടെ പേരൻസിന്റെ വിത്ത് ഹെൽപ്പ് ഓഫ് അഡൽട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് യു മേ കട്ട് യുവർ ഹാൻഡ് ഓൾസോ വൈൽ കട്ടിങ് ദ ബോട്ടിൽ പ്ലസ് യുവർ ഫിംഗർ. അതുകൊണ്ട് വേണ്ട, ഇവിടെ നിങ്ങൾ ബോട്ടിൽ കട്ട് ചെയ്യുക, ടോപ്പ് പാർട്ട് ആൻഡ് ഡൗൺ പാർട്ട്. ദെൻ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ പൈപ്പ്, ഒരു പൈപ്പ് പോലെ തോന്നും. എന്നിട്ട് ഇതിനകത്തോട്ട് ഇപ്പൊ 200 grams ഓഫ് വാട്ടർ ഇഫ് യു ഹാവ് ആഡഡ്, യു ഷുഡ് ആഡ് 200 milli ഓഫ് വാട്ടർ ഇൻ ദാറ്റ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഈ 3 ബോട്ടിൽ 3 സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത മണ്ണാണെങ്കിൽ, 3 തരത്തിലുള്ള സോയിലാണെങ്കിൽ, യു ക്യാൻ സീ ഈ ഒഴിച്ച വെള്ളം അതിലേക്ക് പെർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെർക്കോലേഷൻ ചെയ്യാൻ വേണ്ടി, അതായത് ആഴത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരേ ടൈം അല്ല ആവശ്യമുള്ളത്. സാൻഡ് സോയിലാണ് വേഗം പോകും അല്ലേ? നമുക്കറിയാം. ഇറ്റ് ഹാസ് മോർ എയർ ട്രാപ്സ് ഇൻ ഇറ്റ് ആൻഡ് സോ വാട്ട് വിൽ ഹാപ്പൻ? അതുകൊണ്ട് എന്ത് സംഭവിക്കും? വേഗം വെള്ളം അതിലേക്ക് ഇറങ്ങി പോകും, തരിതരിയാണ് അല്ലെ? അതേസമയം ക്ലേയിലൊക്കെ ആണെങ്കിലോ വെള്ളം കെട്ടി നിൽക്കും, അത് താഴോട്ട് ഇറങ്ങി വരികയല്ല. ഈ 200 gram വെള്ളം ഒഴിച്ചിട്ട് നോക്കണം താഴെക്കൂടെ വെള്ളം വരുന്നുണ്ടോന്ന്. അപ്പം താഴേക്ക് വെള്ളം വരുന്നത് സാൻഡ് സോയിലാണ്. സോ ഫാസ്റ്റ്ലി ഇറ്റ് വിൽ ടേക്ക്. ഇവിടെ നമ്മളോട് പറഞ്ഞ കാൽക്കുലേറ്റ് the percolation rate using the following formula. Percolation rate is a milliliter or a minute is equal to amount of water percolated. അത് വെള്ളം എത്ര ഒഴിച്ചു, ടൈം എത്ര, അതിന്റെ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Okay. Similarly, find out the percolation rate in the other soil. എല്ലാ സാമ്പിളും ഒരുപോലെ ആയിരിക്കോ? അല്ല. ഇറ്റ് വിൽ ടേക്ക്, ചിലതിന് 2 മിനിറ്റ് ആയിരിക്കും, ചിലതിന് 4 മിനിറ്റ് ആയിരിക്കും, ചിലതിന് 5 മിനിറ്റ് ആയിരിക്കും. ക്ലേക്കൊക്കെ കൂടുതൽ സമയം എടുക്കും അല്ലെ? കാരണം ഇറ്റ് ഈസ് വെരി നൈസ്. നൈസ് മീൻസ് ഹിയർ വെരി തിൻ വൺ. ക്ലേ സോയിൽ ഈസ് വെരി തിൻ. ആൻഡ് we studied that we cannot see one particle of that soil because it is very small one, but we can see the sand very easily. ഈ ഒരു സാൻഡ് ഉള്ളെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, because the sand is particle of sand is very bigger means compared to clay നെ കമ്പയർ ചെയ്യുമ്പോൾ സാൻഡ് വലുതാണ് അല്ലെ? ഓക്കെ. റെയിൻ വാട്ടർ ദാറ്റ് percolates through the soil collects above the bedrock. This natural level of the groundwater is called the water table. And see, we know that when it rains, the water falls to the ground, and some water, if it is a hilly region, it will flow down. If it is a hill or a mountains and all, it will flow down. But if the plain land is there, water will go where? To the ground directly. മണ്ണിലേക്ക് നേരെ താഴോട്ട് പോകുകയാണ് ചെയ്യുന്നത്. കുന്നേലൊക്കെ ആണെങ്കിൽ ഒഴുകി ഒലിച്ചു വരും. ഇനി അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ എല്ലാ സോയിലും വെള്ളം ഒരുപോലെ ആകില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില സ്ഥലങ്ങളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാറുണ്ട് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്? ബിക്കോസ് അവിടെ ക്ലേ സോയിൽ കൂടുതലുണ്ടായിരിക്കും, താഴോട്ടുമില്ല. പക്ഷെ അവിടെ സാൻഡ് ആയിരുന്നെങ്കിലോ വെരി ഫാസ്റ്റ്ലി ദാറ്റ് വാട്ടർ വുഡ് ഹാവ് ബീൻ പെർക്കുലേറ്റഡ് അല്ലെ? പെട്ടെന്ന് തന്നെ അത് പെർക്കുലേറ്റഡ് ആയിട്ടുണ്ടാകും. ഓക്കെ. And what is water table? Water table means we studied that bedrock, ഏറ്റവും അടിയിലുള്ള ബെഡ്റോക്ക് ഇന്നലെ പഠിച്ചില്ലായിരുന്നോ? ആ ബെഡ്റോക്കിലൊക്കെ ഈ പറയുന്ന റെയിൻ വാട്ടറും മറ്റെല്ലാ വെള്ളവും ചെന്നിട്ട് തങ്ങി നിൽക്കും. അതിങ്ങനെ അതിന്റെ മേളിൽ കെട്ടിക്കിടക്കും. ദാറ്റ് ഈസ് നോൺ എസ് വാട്ടർ ടേബിൾ. മനസ്സിലായോ? അതിപ്പോ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചാൽ അത് എങ്ങോട്ടും പോകുന്നില്ല, അത് അതിനകത്ത് തന്നെ ഇരിക്കും അല്ലേ? ലൈക്ക് ദ സെയിം വേ റോക്കിലോ മണ്ണിലേക്ക് ഇറങ്ങി പോകുന്ന വെള്ളം റോക്ക് ഏറ്റവും അടിയിലുള്ള ബെഡ് റോക്കിൽ എത്തുമ്പോൾ അവിടെ നിൽക്കും. അത് എത്ര ഹൈറ്റിലുണ്ടോ വെള്ളം ഓരോ തവണ മഴ പെയ്യുമ്പോഴും പോയി 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 അവിടം വരെ എത്തുന്നു അല്ലെ?
എല്ലാം മൊത്തം എല്ലാം അങ്ങോട്ട് എത്തുന്നല്ല അതിന്റെ അർത്ഥം. കുറെ സോയിൽ ഇങ്ങനെ അബ്സോർബഡ് ആയി പോകും അല്ലെ. ഓക്കെ, അത് എത്രത്തോളം ഉണ്ട്? നിങ്ങൾ ഈ ഭൂഗർഭ ജലനിരക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഭൂഗർഭ ജല ലെവല് അതെന്ന് വെച്ചാൽ കുഴൽക്കിണർ പറയുന്നത് കേൾക്കത്തില്ലേ? ഭൂഗർഭ ജലത്തിന്റെ അളവ് 2 അടി താഴ്ന്നു, 3 അടി താഴ്ന്നു എന്നൊക്കെ ഓരോ വർഷം പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ? ഓക്കെ, അതിന്റെ അർത്ഥം നമ്മുടെ ഈ ബെഡ്റോക്കിലേക്ക് വന്നിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ ഓരോ വർഷം ചെല്ലുന്നവർ കൂടി 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 കിടക്കുകയാണ്. അത് ഓരോ വർഷം ചെല്ലുന്നവർ ഇപ്പൊ നമ്മൾ വി ആർ യൂസിങ് സോ മച്ച് ഓഫ് വാട്ടർ. എന്താ use of excess of water has been, or means we almost so many people have dug borewells and all nowadays. Last 10 years back, if there were 100 borewells in our area, now we have nearly 5,000 borewells in our area. ഒരു 10 വർഷം മുന്നേ 100 ബോർവെൽസ് ഉണ്ടായിരുന്നു, കുഴൽക്കിണർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോ ഒരു 5000 കുഴൽക്കിണറായിട്ടുണ്ടാകും. അത്രയും ആൾക്കാർ ഓരോ ഫാമിലിക്ക് കിണറ്റിൽ വെള്ളം കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വി വിൽ ഡിഗ് ദ ബോർവെൽസ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ യൂസ് ഓഫ് വാട്ടർ ഈസ് എക്സസിങ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിങ്ങളുടെ ഇപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഫാദറൊക്കെ അവരുടെ ഗ്രാൻഡ് പേരൻസിനോട്, നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം നിന്നിരുന്നപ്പം ഒരു കിണർ ഉപയോഗിച്ചുകൊണ്ടിരുന്നിടത്ത് ഇന്ന് മക്കളെല്ലാം മാരീഡ് ആയി, ദേ ആർ സെപ്പറേറ്റഡ് ടു ഡിഫറെന്റ് പ്ലേസസ്. അപ്പൊ ഓരോ ഫാമിലി ആവുന്നു, ഫാമിലിയിൽ ദ യൂസസ് ഓഫ് വാട്ടർ വിൽ ബി മോർ, കൂടുതലായി വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നേ? നമ്മൾ ഈ ഭൂമിയിലുള്ള വെള്ളം ഉപയോഗിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിച്ച് തീർക്കുന്നതനുസരിച്ച് ഈ വാട്ടർ ടേബിളിന്റെ അളവ് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, മോയ്സ്ചർ ഇൻ ദ സോയിൽ. നൗ ട്രൈ ദിസ് സിമ്പിൾ ആക്ടിവിറ്റി വിത്ത് എ ഫ്രണ്ട്. Take a boiling tube and fill it about 1/4 with a soil sample. Heat it gently on a flame. Do you notice drops of water condensing on the upper cooler parts of the tube? Where did these water drops come from? They came from the soil. This shows that soil contains water. Means take in a tube, or take some soil in a tube, then heat it. അതായത് ഒരു ട്യൂബിനകത്ത് കുറച്ച് മണ്ണെടുക്കുക, ഫുള്ള് വേണ്ട, കുറച്ചെടുക്കുക, എന്നിട്ട് അതൊന്ന് ചൂടാക്കുക. ആ ട്യൂബ് ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ട്യൂബിന്റെ സൈഡിലൊക്കെ, അതായത് ഈ മണ്ണിന്റെ മേൽഭാഗമില്ല, അതിന്റെ മേലിലേക്ക് ഇങ്ങനെ ഡ്രോപ്സ് കണ്ടൻസ് ചെയ്തിരിക്കുന്നത്, ഡ്രോപ്സ് ഓഫ് വാട്ടർ കണ്ടൻസ്ഡ്, അതായത് ബാഷ്പീകരണം, നീരാവി പോലെ വന്നിട്ട് വെള്ളം പറ്റിയിരിക്കുന്നത് കാണാം, വെള്ളം ഡ്രോപ്സ്. അപ്പൊ ആ വെള്ളം എവിടുന്നാ വന്നത്? that has come from the soil that we have taken for the എക്സ്പെരിമെന്റ് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ആ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന വെള്ളമാണ്. നമുക്കറിയാം മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം ഈ സോയിലുണ്ട് അല്ലെ. അതർവൈസ് സംടൈംസ് വി വിൽ വാട്ടർ ദ പ്ലാന്റ്സ് ആൻഡ് ഓൾ, അങ്ങനെ ആ മണ്ണിലൊക്കെ വരും മഴ പെയ്തൊക്കെ. അപ്പൊ എനിവേ സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. Next, feel the soil sample from which water has been removed by heating and compare with the original soil sample. What difference do you find? ഇനി ഇത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളിപ്പം എടുത്തോണ്ട് വന്ന് മൊത്തം മണ്ണും ചൂടാക്കുന്നില്ല, കുറച്ച് നമ്മളൊരു പാത്രത്തിൽ മാറ്റി വെക്കുക, കുറച്ച് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കാണ് ട്യൂബില് വെള്ളത്തിന്റെ കണികൾ തിളച്ച് കഴിയുമ്പോൾ നമുക്കറിയത്തില്ല, അതുപോലെ ഡ്രോപ്സ് കണ്ടൻസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇനി അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും the soil is containing water. Then what happens? അതിനുശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു? ആ മണ്ണെല്ലാം പുറത്തോട്ടെടുക്കുക. ആ മണ്ണ് പുറത്തോട്ടെടുത്തതിന് ശേഷം ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ വെച്ചതും സെക്കൻഡ് നമ്മളിപ്പോൾ ചൂടാക്കിയ മണ്ണും ബോത്ത് യു ഹാവ് ടു കമ്പയർ, രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് തോന്നും? ഒന്നൊരു വെറ്റ്നെസ് തോന്നും, മറ്റതിലോ ഒരു ഡ്രൈ ആയിട്ട് തോന്നും. കാരണം അതിനകത്ത് there is no water content. ചൂടാക്കിയതിനകത്തുനിന്ന് കുറെ വാട്ടർ നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ അതൊരു ഡ്രൈ ആയിട്ട് തോന്നും. പക്ഷെ മറ്റതോ ഇറ്റ് വിൽ നോട്ട് ബി മച്ച് ഡ്രൈ. ഓക്കെ. On a hot summer day, the vapor coming out of the soil forms a layer above the ground and reflects the sunlight, and the air above the soil seems to shimmer. You might have seen, I think, when in a hot summer day, നല്ല ചൂടുള്ള സമയത്ത് ദ വേപ്പർ കമ്മിങ് ഔട്ട് ഓഫ് ദ സോയിൽ, മണ്ണിൽ അടങ്ങിയിരിക്കുന്ന സോയിൽ ഇങ്ങനെ മേലോട്ട് കയറി
മണ്ണിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം വാട്ടർ ഇറ്റ് മേ കം ഔട്ട് മേളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും ഇത് ചെറിയ രീതിയിൽ ആൻഡ് ഫോംസ് എ ലെയർ അബവ് ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ മേളിൽ ഒരു ലെയർ പോലെ നമുക്ക് തോന്നും ആൻഡ് റിഫ്ലക്സ് സൺലൈറ്റ് ആൻഡ് ദ എയർ അബവ് ദ സോയിൽ സീംസ് ടു ഷിമ്മർ തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നും അതായത് സമ്മർ സീസണിലൊക്കെ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ കണ്ടന്റ് കുറേശ്ശെയായിട്ട് വന്നിട്ട് മണ്ണിന്റെ മേൽഭാഗത്തോട്ട് വന്നിട്ട് ഇറ്റ് ഫോംസ് എ ലെയർ ആൻഡ് ഇറ്റ് റിഫ്ലക്സ് ദ സൺലൈറ്റ് then it will look like a shimmering തിളങ്ങുന്ന പോലെ നമുക്ക് പോകുന്നത് it's observation of water by the soil let us see which kind of soil absorb more water ഇത് എക്സ്പെരിമെന്റ് ആണ് take a funnel fold and place a filter paper in the funnel ഇവിടെ ഒരു ചോർപ്പ് പോലത്തെ സാധനം എടുക്കുക എന്നിട്ട് അതിനകത്ത് ഒരു ഫണൽ എടുക്കുക എന്നിട്ട് അതിനകത്ത് ഫിൽറ്റർ പേപ്പർ വെക്കുക weigh 50 gram of dry powdered soil then dry soil നമ്മൾ അതിനകത്ത് എടുത്ത് വെക്കുക put the soil on the filter paper in the funnel ആ ഫിൽറ്റർ പേപ്പറിന്റെ മേളിൽ വെച്ച ഫണലിന്റെ മേളിലേക്ക് ഈ മണ്ണ് വെക്കുക then put the soil in the filter paper in the funnel measure 100 milli of water using a measuring cylinder എന്നിട്ട് നമ്മളിപ്പം 50 gram എടുത്തു then 100 milli water okay soil how much 50 gram and water should be 100 milli നേരെ ഡബിൾ ആണ് slowly pour the water in the soil using a dropper then ആ വെള്ളം നമ്മൾ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് slowly we should pour കുറേശ്ശെ ഒന്നിച്ചൊഴിക്കരുത് slowly ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക then spread the water over the entire surface of the soil sample ഇനി നമ്മൾ ആ ഡ്രോപ്പർ വെച്ചാകുമ്പോൾ കുറേശ്ശെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒഴിക്കാതെ ആ ഫിൽറ്റർ പേപ്പറിന്റെ ചുറ്റും മൊത്തത്തിൽ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത് മാത്രമാകാതെ spread the water over the entire surface of the soil sample continue pouring until the water just starts dripping from the funnel measure the quantity of water left over the measuring cylinder suppose it is 60 milli then water absorbed by 50 grams of soil is 100 minus 60 that is 40 ഇപ്പൊ ഈ എക്സ്പെരിമെന്റ് പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ ഇല്ല കുറച്ച് മണ്ണെടുക്കുക എന്നിട്ട് ഒരു ബീക്കർ അല്ലെങ്കിൽ ഒരു ഫണല് ഇപ്പൊ ഫണൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല ഈ സാധനം ഒരു പാത്രം എടുക്കുക എന്നിട്ട് ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ സാൻഡ് പേപ്പർ ഒരു ഫണലിന്റെ മാതിരി ഇങ്ങനെ വളച്ചാക്കണം ഒരു ഷോർപ്പ് പോലെ ഇങ്ങനെ ആക്കി വെക്കുക എന്നിട്ട് കറക്റ്റ് ഒരു 50 ഗ്രാം മണ്ണ് അതിനകത്തേക്ക് ഇടുക പേപ്പറിനകത്ത് മണ്ണിട്ടേക്കുന്നത് കണ്ടോ ഇടുക എന്നിട്ട് നമ്മൾ 50 ഗ്രാം മണ്ണ് എടുത്തപ്പം 100 മില്ലി വാട്ടർ എടുക്കുക അളന്നെടുക്കണം കറക്റ്റ് അളവായിട്ട് എടുക്കണം അപ്പം 50 ഗ്രാം സോയില് പ്ലസ് 100 മില്ലി വാട്ടർ then what you have to do ഒരു ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് ഒഴിക്കുന്ന സാധനമില്ലേ ഓക്കെ ഒരു ഡ്രോപ്പർ എടുത്തിട്ട് ഈ 100 മില്ലി എടുത്ത വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിക്കുക അത് ഒരു സ്ഥലത്തായിട്ട് ഒഴിക്കരുത് ഈ ഫിൽറ്റർ പേപ്പറിന്റെ മുകളിലുള്ള മണ്ണിന്റെ ഒറ്റൊരു സ്ഥലത്ത് തന്നെ ഒഴിക്കാതെ അതിന്റെ ചുറ്റും ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിക്കുക ഓക്കെ കുറേശ്ശെ ഒഴിച്ച് 100 മില്ലി ഉണ്ട് അതുകൊണ്ട് തന്നെ കുറെ കഴിയുമ്പോൾ കുറേശ്ശെ വെള്ളം താഴോട്ട് ഈ ഫിൽറ്റർ പേപ്പറിലൂടെ വരാൻ തുടങ്ങും അപ്പൊ നമ്മൾ നോക്കുക drops of water coming down starts you should notice how much water is left in that അതായത് നമ്മളിങ്ങനെ വെള്ളം കുറേശ്ശെ ഒറ്റ സ്ഥലത്താകുമ്പോൾ പിന്നെ കുറെ കഴിയുമ്പോഴത്തേനും അതങ്ങ് വേഗം താഴോട്ട് അത്രയും ഭാഗം മാത്രമല്ലേ നനയുന്നുള്ളൂ അപ്പൊ മൊത്തം മണ്ണ് നനയാൻ വേണ്ടി മൊത്തത്തിൽ മണ്ണിലേക്ക് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക അവസാനം കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഫിൽറ്റർ പേപ്പറിലൂടെ വെള്ളം താഴോട്ട് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നിർത്തുക വെള്ളം ഒഴിക്കുന്നത് മനസ്സിലായില്ലേ വെള്ളം അത് കുറച്ച് താമസം വരും എന്നിട്ട് ബാക്കി എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കണം നമ്മൾ 100 മില്ലി അല്ലേ എടുത്തത് അതിൽ എത്ര വെള്ളം ഇവിടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ മുതലാണ് താഴോട്ട് വെള്ളം വരാൻ തുടങ്ങിയത് then how much is left എത്ര വെള്ളം ബാക്കിയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ 50 ഗ്രാം മില്ലി ലിറ്റർ വെള്ളത്തില് എത്ര വെള്ളം ഈ മണ്ണ് അബ്സോർവ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഇപ്പൊ നമ്മളുടെ
ബാക്കി നമുക്ക് 60 മില്ലിഗ്രാം വെള്ളം മിച്ചമുണ്ടെന്ന് വെക്കുക. 40 ഒഴിച്ചപ്പോഴത്തേനും അല്ലെങ്കിൽ ഒഴിച്ച് കുറേ ആയിട്ട് ഇപ്പം വെള്ളം താഴോട്ട് പോകാൻ തുടങ്ങി. അപ്പം ബാക്കി വെള്ളം എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പം 60 മില്ലി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ 100 മില്ലിയാണ് നമ്മളെടുത്തത്. 100ൽ നിന്നും നമ്മൾ ആ ബാക്കിയുള്ള വെള്ളം കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത അത്രയും വെള്ളത്തിന്റെ അളവ്. സിൻസ് 1 milli of water weighs 1 gram, weights of water absorbed by the soil is 40 gram. അപ്പോൾ 40 gram 1 മില്ലി എന്ന് പറയുമ്പോൾ 1 gram ആണ്. അങ്ങനെയെങ്കിൽ 40 gram soil അല്ല 40 grams of water needed to absorb the soil. Water absorbed as the percentage of the weight is weight of the soil is 40 divided by 50 into 100% is equal to 80%. അതായത് 80%. അപ്പം 100ൽ 40% ഉപയോഗിച്ചു അല്ലേ. 50 ഗ്രാമിനല്ലേ. അപ്പം നമ്മൾ പെർസെൻറ്റേജ് കാണുമ്പോൾ എപ്പോഴും 100ലാക്കിയിട്ടാണ് കാണുന്നത്. അപ്പം 100 ഗ്രാമിന് 80 മില്ലി വാട്ടർ ആവശ്യമാണെന്ന് അർത്ഥം. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ സാമ്പിൾ. ഇത് ഒരു സോയിലിൽ പരീക്ഷിച്ചപ്പോൾ നടത്തിയതാണ് ഇങ്ങനെ. പക്ഷെ എല്ലാ സോയിലും ഇതേ രീതിയിലായിരിക്കില്ല. ചിലതിൽ പെട്ടെന്ന് വരും. സാൻഡിലൊക്കെയാണ് വേഗം ഇങ്ങോട്ട് പോരും അല്ലേ. വാട്ടർ കംസ് ഫാസ്റ്റ്ലി. അപ്പം സാൻഡ് സോയിലൊക്കെ ആണെന്നതിൽ വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് വരും. വിച്ച് സോയിൽ അബ്സോർബ് ദ മാക്സിമം വാട്ടർ, വിച്ച് അബ്സോർബ്സ് ദ ലീസ്റ്റ് വാട്ടർ. ഏത് സോയിലായിരിക്കും ഫാസ്റ്റ് ആയിട്ട് വരുന്നത്? സാൻഡ് സോയിൽ. ആൻഡ് ഇൻ വിച്ച് സോയിൽ വാട്ടർ വിൽ കം വെരി സ്ലോലി? ക്ലേ സോയിൽ അല്ലെ. ക്ലേ വെരി ഫൈൻ ആണ് അല്ലെ. ഫൈൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സ്ലോലി വാട്ടർ വിൽ അബ്സർവ്, താഴോട്ട് വരികയുള്ളൂ. You will find that sandy soil absorbs less water and allows more water to percolate. So sandy soil absorbs less water. അത് അബ്സോർവ് ചെയ്യുന്ന ലെസ് വാട്ടർ ആയിരിക്കും. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നു? allows more water to percolate. പെർക്കൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വാട്ടർ ഉപയോഗിക്കാം. താഴോട്ട് ഒരുപാട് വെള്ളത്തെ കളയും. പക്ഷെ വളരെ കുറച്ച് വെള്ളം മാത്രമേ അതിനകത്ത് തങ്ങി നിൽക്കുന്നുള്ളൂ. ഇത്രയും സാൻഡ് തന്നെയാണ് അത്രേ ആവശ്യമുള്ളൂ എന്നർത്ഥം. And clay soil absorbs more water than sandy soil and allows less water to percolate. Sandy soil കൂടുതൽ വെള്ളം ക്ലേ സോയില് കൂടുതൽ വെള്ളം അബ്സോർവ് ചെയ്യുകയും കുറച്ച് വെള്ളം താഴോട്ട് കളയുകയും ചെയ്യുള്ളൂ. ഓക്കെ. You have already seen that sandy soil cannot absorb much water because of the large spaces between the soil particles. Because sandy soil is a little bigger one, air is more there and it cannot hold much water. On the other hand, clay soil absorbs and retains a lot of water. In fact, areas where there is a lot of clay in the soil, stagnant water collects above the soil whenever it rains. This is known as waterlogging. Okay. Okay. So we know that clay soil വെള്ളം കെട്ടി നിൽക്കും. സാൻഡ് സോയിലിൽ വെള്ളം വേഗം പെർക്കുലേറ്റ് ചെയ്യും, ഒലിച്ചു പോകും അല്ലേ. ഓക്കെ. ഇൻഫാക്ട് ഏരിയാസ് വേർ ദർ ഈസ് എ ലോട്ട് ഓഫ് ക്ലേ ഇൻ ദ സോയിൽ, മണ്ണിൽ കൂടുതൽ ക്ലേ ഉള്ള സ്ഥലങ്ങളിൽ സ്റ്റാഗ്നന്റ് വാട്ടർ കളക്ട്സ് അബവ് ദ സോയിൽ വെനെവർ ഇറ്റ് റെയിൻസ്. അപ്പൊ മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്ലേ സോയിൽ ഉള്ളിടത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. എന്നിട്ട് പതിയെ 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 മണ്ണിലേക്ക് ഇറങ്ങുകയുള്ളൂ. പക്ഷെ സാൻഡ് സോയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വാട്ടർ എല്ലാം പെട്ടെന്ന് തന്നെ സാൻഡിലേക്ക് വന്നിട്ട് താഴോട്ട് മൊത്തം ലോസ് ആകും, പോകും അല്ലേ. ഓക്കെ. സോ സ്റ്റാഗ്നന്റ് വാട്ടർ കളക്ട്സ് അബവ് ദ സോയിൽ വെനെവർ ഇറ്റ് റെയിൻസ്. ദിസ് ഈസ് നോൺ ആസ് വാട്ടർ ലോഗിങ്. വാട്ടർ ലോഗിങ് എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ട് ചില സ്ഥലങ്ങളിൽ മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കും. പിറ്റേ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ വെള്ളം താഴ്ന്നു പോകുകയുള്ളൂ. ഈ ചെന്നൈയിലൊക്കെയുള്ള ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ അത് ആ സോയിലിന്റെ പ്രത്യേകത, ക്ലേ സോയിൽ ആയിരിക്കും അവിടെ. കാരണം ഒരു മഴ, നമുക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഹില്ലി റീജിയൻ ആണ്. പിന്നെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ വെള്ളമല്ല എതിലേ പോയെന്ന് പോലും കൊണ്ട് നമുക്കറിയത്തില്ല അല്ലേ. ഒഴുകിപ്പോകും, കുറെ നേരം മണ്ണിലേക്ക് ഇറങ്ങും. പക്ഷെ ഇൻ സം പ്ലേസസ് വേർ ദർ ഈസ് മോർ ക്ലേ സോയിൽ, ഇഫ് ഇറ്റ് റെയിൻസ് വൺസ് ഇൻ എ വൈൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ് വേ, ദ വാട്ടർ വിൽ സ്റ്റേ ദർ ഓൺ ദി ഗ്രൗണ്ട് ഫോർ 2-3 days without percolating.
മനസ്സിലായോ? 3 ദിവസമൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. ചില ആൾക്കാർ ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുമ്പോൾ റിലേറ്റീവ്സ് ഒക്കെ ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇന്നലെ ഇവിടെ മഴ പെയ്തു അപ്പടി വെള്ളം, അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാന്ന് പറയും. So that is known as a waterlogging. In marshy areas, the soil is always waterlogged. Waterlogged soil cannot hold air for roots to breathe and plants cannot grow well in it. ഇനി ക്ലേ സോയിൽ മാത്രമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പ്ലാന്റ്സ് ഒരുപാട് വളരത്തില്ല. ബിക്കോസ് ഇറ്റ് കനോട്ട് ഹോൾഡ് മച്ച് എയർ ഇൻ ദാറ്റ്. അതിനകത്ത് ഒരുപാട് എയർ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ പ്ലാന്റ്സിന്റെ റൂട്ട്സ് ഒന്നും അധികം താഴോട്ട് ഡീപ്പായിട്ട് പോകത്തില്ല. അതുകൊണ്ട് പ്ലാന്റ്സ് അത്ര നന്നായിട്ട് വളരത്തില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടുഡേ ഹാവ് കമ്പ്യൂട്ടർ ക്ലാസ് നോ? അല്ല, ഇനി ഒരു സയൻസ് ക്ലാസ് ഉണ്ട് അല്ലേ? ഓക്കെ, വി ഷാൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ദെൻ.